മഴവിൽ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയുടെ പതാകയ്ക്ക് പക്ഷേ 6 നിറം. ആ ഒരു നിറം എവിടെ പോയി? എനിക്കറിയില്ല. ചില അറിവുകളുടെയും അറിവില്ലായ്മകളുടെയും ആകത്തുകയാണ് ജീവിതം. അറിവ് തേടുന്ന, അറിവ് നേടുന്ന, അറിവ് പങ്കുവയ്ക്കുന്ന ഈ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ പതിവ് പോലെ സ്വാഗതം ചെയ്യുന്നു. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ മത്സരാർത്ഥികളുടെ വഴികാട്ടി നമ്മുടെ നോബൽ ഗൈഡ് രേഖ മേനോൻ. ഗുഡ് ഈവനിങ് മാം. ആൻഡ് റൈറ്റി ഗൈഡ് ശില്പ. ഗുഡ് ഈവനിങ്. ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥിയായ ഒരുപാട് പ്രത്യേകതകളുള്ള ലിംഗ ബുക്കിൽ ഇടം കൊണ്ട ആ മത്സരാർത്ഥിയെ കുറിച്ച് നമുക്ക് ഈ പ്രൊഫൈലിലൂടെ അറിയാം. ജീവിതം മന്ത്രിക്കുന്നു നിങ്ങളിൽ ചിലരെൻ്റെ പൂവനത്തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ. എൻ്റെ പേര് അശോകൻ ചില്ലിക്കാടൻ. ആലത്തൂരിലാണ് എൻ്റെ ജന്മദേശം. ഞാൻ മധ്യപ്രദേശ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ ഓഷോയുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഈ അവസരം തന്ന എല്ലാ ഭാരവാഹികളോടും ഞാൻ നന്ദിയുള്ളവനാണ്. ശ്രീ അശോകൻ ചില്ലിക്കാടൻ, ഓൾ ദ ബെസ്റ്റ്. ആ ബൗളിൽ നിന്നും ഒരു വിഷയമെടുക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് വേണം താങ്കൾ വിചാരിക്കാൻ. താങ്കൾക്ക് ഒരു പേര് ജൂറിക്ക് നിർദ്ദേശിക്കാം. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ശ്രീ അശോകൻ ചില്ലിക്കാടൻ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നു രേഖ? 100%. 100%. You will be helping him. Sure. Please, sir. താങ്കൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓഷോയുടെ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തു. എത്ര പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തു? 10 പുസ്തകങ്ങൾ തർജ്ജമ. ഏതൊക്കെയാണ്? ഞാൻ മരണം പഠിപ്പിക്കുന്നു, നിർവാണോപനിഷത്ത്, ആത്മാവിൻ്റെ അഗ്നി, മൺവിളക്ക്, ഓഷോ പറഞ്ഞ 100 നർമ്മകഥകൾ, ഓഷോ ഫലിതങ്ങൾ, ഈശ്വര ദർശനത്തിൻ്റെ സൂത്രം, ശിവസൂത്രം. ഇത്രയായി. മലയാളത്തിൻ്റെ മഹാനടനായ ശ്രീ മോഹൻലാലും ഓഷോയുടെ ആരാധകനാണ്. ഓഷോയുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും തമാശകളും ഒക്കെ അദ്ദേഹം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഞാൻ തമാശയ്ക്ക് ഞാൻ ബിലാസ്പൂരിലായിരുന്നു ആ സമയത്ത് എൻ്റെ ഡ്യൂട്ടിയെ. ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അവിടെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ യങ് ചെമ്പർ എന്ന് പറഞ്ഞൊരു അവരുടെ ഒരു ഇതുണ്ട്, ക്ലബ്ബ്. അപ്പോൾ അതിൽ ഞാനൊരു ഉമിനീർ കുമിളകൾ തുടർച്ചയായിട്ട് വിടുന്ന ഒരു പരിപാടി 6 മണിക്കൂർ ചെയ്തു. അത് ലോക റെക്കോർഡായിരുന്നു ലിംക ബുക്കിൽ. അവിടുന്ന് പിന്നെ ഞാനൊരു 5-8 പ്രദർശനങ്ങൾ നടത്തി. അതിലെല്ലാം അവർ അപ്രൂവ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തന്നു നമുക്ക്. എന്നെ ഇവിടെ ഉണ്ട്. ശരി, തുടങ്ങാം നമുക്ക്. ശ്രീ അശോകൻ ചില്ലിക്കാടുമുത്ത്, നമുക്ക് കടക്കാം വിപരീത സമസ്യയുടെ ഇല്ലിമുളങ്കാട്ടിലേക്ക്. യാഗം. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. നോർമൽ ഡെത്ത്? നോർമൽ പ്ലസ് അബ്നോർമൽ. ഓഷോ രജനീഷ്? നോ. ഇന്ത്യൻ? നോ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? യെസ്. USA? യാ. രാഷ്ട്രീയം, കലാസാഹിത്യം? ഇത് മൂന്നുമില്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? ഇത് മൂന്നുമില്ല. മരിച്ചപ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? ഉണ്ട്. ഉദ്യോഗം, ബിസിനസ്? ബിസിനസ്. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. യാ. രണ്ടായിരത്തിന് ശേഷം മരണം? 2000-ന് ശേഷം ആണ്. 2010-ന് ശേഷം മരണം? അതെ. ബിസിനസ് തന്നെയായിരുന്നു പ്രധാനം. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ അടയാളവും ഫുട്ബോൾ താരമായ ലൂയിസ് സുവാരസും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? അത് ഹെൽപ്പ് ലൈൻ വേണം.
ഇല്ല സർ. ഇല്ല. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതോ എഡിബിൾസോ ഡ്രിങ്കബിൾസ് പാനീയങ്ങളോ ഭക്ഷണ പദാർത്ഥങ്ങളോ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ആയിരുന്നു? നോ നോ. കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രോഡക്റ്റ് ആയിരുന്നു? നോ. അദ്ദേഹം 80കളിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരാളായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ വലിയ സമ്പന്നന്മാരുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ റോക്ക്ഫെല്ലറിനെ പോലെ ആ കാലഘട്ടങ്ങളിലേക്ക് സമ്പന്നനായിരുന്ന ഒരാളായിരുന്നു? ഇല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു, പറയൂ. വാറൻ ആൻഡേഴ്സൺ. വാറൻ ആൻഡേഴ്സൺ, കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് won ₹5,000 from Realtors. ഗുഡ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയൂ. ഈ അബ്നോർമൽ ഡെത്തും നോർമൽ ഡെത്തും എന്ന് പറഞ്ഞത്? കാരണം അദ്ദേഹം 1915 ഇതിലാണ് ജനിച്ചത്. ഇപ്പോൾ 2014 അങ്ങനെ മരിച്ചത്. ഇപ്പോൾ 99 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു നോർമൽ എന്ന് പറയാം. അബ്നോർമൽ എന്ന് പറയാൻ പിടികിട്ടാപ്പുള്ളിയായിരുന്നു പുള്ളി ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ. അപ്പോൾ അങ്ങ് ഒരു 4 വീടുകൾ മാറിയാണ് താമസിച്ചത്, പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഈ മാനസിക വിഷമങ്ങൾ സഹിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നത്. നോർമലാണ്. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും മാനസിക വിഷമം ഉണ്ടാവും. ഇല്ല, പക്ഷേ ഇയാൾ അപരാധബോധത്തോടു കൂടിയാണ് മരിക്കുന്നത്. യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ചെയർമാനായിരുന്നു അദ്ദേഹം. വാറൻ ആൻഡേഴ്സൺ 1921 സ്വീഡിഷ് വംശജനായ ഒരു മരപ്പണിക്കാരന്റെ മകനായി ബ്രൂക്ലിനിലായിരുന്നു ആൻഡേഴ്സന്റെ ജനനം. രസതന്ത്രത്തിൽ ബിരുദം നേടിയ ആൻഡേഴ്സൺ കുറച്ചുകാലം പട്ടാളത്തിൽ പരിശീലനം നേടിയ ശേഷമാണ് യൂണിയൻ കാർബൈഡിൽ ജോലിക്ക് ചേർന്നത്. ഭോപ്പാൽ വാതക ദുരന്തമുണ്ടാകുമ്പോൾ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ മേധാവിയായിരുന്നു അദ്ദേഹം. ഈ കേസിൽ അറസ്റ്റിലായ ആൻഡേഴ്സൺ ജാമ്യം ലഭിച്ചതിനു ശേഷം അമേരിക്കയിലേക്ക് മടങ്ങി. പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. 1992 ഭോപ്പാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആൻഡേഴ്സനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. 2014 ഒക്ടോബർ 30 അദ്ദേഹം അന്തരിച്ചു. അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിവരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു ആ ഫാക്ടറിയിൽ. രാത്രി 11 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. ഒരു 11:30 കഴിഞ്ഞപ്പോൾ സൈറൻ, അപകടത്തിൻ്റെ സൂചനയുള്ള സൈറൻ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, നമ്മൾ ജനലും വാനും തുറക്കരുത്, ഫാക്ടറിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ തെരുവിൽ ജനക്കൂട്ടങ്ങൾ കരഞ്ഞ് പിഴിഞ്ഞ് ഓടിപ്പോവുകയായിരുന്നു, എല്ലാം പിടഞ്ഞ് താഴെ വീഴുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ അത് ജനലും വാതിലും തുറന്നു. ഞാൻ പറഞ്ഞു അടക്കി. പക്ഷേ അവർക്ക് ആ ജിജ്ഞാസയായിരുന്നു അത് കാണാനുള്ള ഈ മനുഷ്യരുടെ. അതോടുകൂടി ഈ മുഴുവൻ വിഷം ഉള്ളിലേക്ക് വന്നു. പിന്നെ ഞാൻ വെളിയിലേക്ക് ഓടി ഞാൻ അർജുൻ സിംഗിൻ്റെ ബംഗ്ലാവുണ്ട്, ആ ബംഗ്ലാവിൽ നിന്ന് ഇയാൾ കാറിക്കൂടെ പോകുന്നത് ഞാൻ എൻ്റെ മുന്നിൽ സ്പഷ്ടമായിട്ട് കണ്ടതാണ്. ആ മനുഷ്യൻ അന്വേഷണം വന്നതിന് ശേഷം 3 കോടി രൂപ ശവങ്ങൾക്ക് വില പറഞ്ഞ് വാങ്ങി. അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭോപ്പാലിനെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളെല്ലാം ഒരു വിറ്റു എന്നുള്ളത് വാസ്തവത്തിൽ. തെരുവിൽ കിടന്ന ശവങ്ങളെ വിറ്റു ആ മനുഷ്യൻ. സോ വണ്ടർഫുൾ. ജീവിക്കാൻ പോലും പറ്റാത്തൊരു രാഷ്ട്രീയക്കാരനായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഞാൻ തിരിച്ച് പിറ്റേ ദിവസം 12 മണിക്ക് തിരിച്ചു വരണ സമയത്ത് ശവങ്ങളെ എണ്ണിക്കൊണ്ടാണ് ഞാൻ വന്നത്. അവരുടെ കഴുത്തിൻ്റെ ഞരമ്പുകൾ ഇത്രയും വലുത്, കണ്ണുകളെല്ലാം തുറച്ചിരിക്കുകയായിരുന്നു, അവരുടെ വയറെല്ലാം ഇത്രയുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് വളരെ വിഷമത്തോടെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്നെ കാണാനില്ലാതെ എന്നെ മോർച്ചറിൽ അന്വേഷിക്കാൻ പോയി എൻ്റെ വീട്ടുകാർ. മഹാമഴയ്ക്ക് മുമ്പ് എലികൾ എന്നതുപോലെ മുറിവുകൾ പൊത്തിപ്പിടിച്ച് തെരുവോരങ്ങളിൽ മനുഷ്യർ പിടഞ്ഞു വീണു മരിക്കുന്നതിന്റെ വേദനയിൽ സ്തബ്ധമാണ് അശോകന്റെ ഹൃദയം. ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും പുറത്തേക്കൊഴുകിയ മീഥൈൽ ഐസോസയനൈഡ് എന്ന വിഷവാതകത്തിന്റെ ദുരന്തം അത്രത്തോളം ഭീകരമായിരുന്നു. പ്രേക്ഷകരോടുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ ഇതാണ്: മീഥൈൽ ഐസോസയനൈഡ് ഭോപ്പാൽ നഗരത്തിന് വിഴുങ്ങിയ വർഷം, മാസം, തീയതി എന്ന്. യൂണിയൻ കാർബൈഡ് മേധാവി വാറൻ ആൻഡേഴ്സനെ മനസ്സിൽ ഓർമ്മിച്ച് നേരിട്ട് കണ്ട വേദനാജനകമായ അനുഭവങ്ങളിൽ തപിച്ച മനസ്സുമായി ശ്രീ അശോകൻ ഇവിടെ ഉണ്ടായിരുന്നു. അശോകൻ, ഓൾ ദ ബെസ്റ്റ്. ഇക്കുറി ശ്രീ അശോകൻ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നു? അപ്രൂവ് ചെയ്യുന്നു. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ്? പ്ലീസ്. ശ്രീ അശോകൻ, ആ വേദനയിൽ നിന്നും കുറച്ചുകൂടി പ്ലസന്റ് ആയ അന്തരീക്ഷത്തിലേക്ക് തിരികെ വരൂ. മനസ്സ് വല്ലാതെ വിങ്ങുന്നത് എനിക്ക് കാണാം താങ്കളുടെ കണ്ണുകളിൽ. വല്ലാത്ത സങ്കടം താങ്കൾക്കുണ്ട് അല്ലേ?
ഒന്ന് മറക്കൂ. ചിലതെല്ലാം നമ്മൾ മറന്നല്ലേ പറ്റൂ അല്ലേ? റിലാക്സ്, ചാരിയിരുന്നു. ശ്രീ അശോകനും ഒരുമിച്ച് നമ്മൾ പ്രവേശിക്കുന്നു. യാഗം. ഇന്ത്യൻ, Yeah. പുരുഷൻ, No. ജീവിച്ചിരിപ്പുണ്ടോ? No. നോർമൽ ഡെത്ത്? No. മരണം തന്നെയാണോ അവരെ പ്രശസ്തയാക്കിയത്? ഇല്ല, എന്ത് പറയാൻ പറ്റില്ല. അല്ലാതെ തന്നെ പ്രശസ്തയാണ്? Yeah. ആണ്. കൊല ചെയ്യപ്പെട്ടതാണോ? No, no. രാഷ്ട്രീയം, കലാസാഹിത്യം? Yeah. രാജലക്ഷ്മി ആണോ? രാജലക്ഷ്മിയാണോ? ടി.എ. രാജലക്ഷ്മി. ജീവിതത്തിന്റെ വേദനകളിൽ മനംനൊന്ത് 34-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത പ്രശസ്ത കഥാകാരിയും നോവലിസ്റ്റുമായിരുന്നു രാജലക്ഷ്മി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദവും നേടി. പിന്നീട് കുറച്ചുകാലം അധ്യാപന ജോലിയിൽ ഏർപ്പെട്ടു. 1956-ൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ച മകൾ എന്ന നീണ്ട കഥയിലൂടെയാണ് രാജലക്ഷ്മി ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു വഴിയും കുറെ നിഴലുകളും, ഉച്ചവെയിലും ഇളനിലാവും, ഞാൻ എന്ന ഭാവം, ഇവ രാജലക്ഷ്മിയുടെ പ്രശസ്ത നോവലുകളാണ്. രാജലക്ഷ്മിയുടെ കഥകൾ എന്ന പേരിൽ കഥകളുടെ സമാഹാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1965 ജനുവരി 18 രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തു. സാഹിത്യം എന്ന് പെട്ടെന്ന് പറഞ്ഞു. മരണം കൊലപാതകമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നല്ല അബ്രപ്റ്റായിട്ട് പറഞ്ഞു. എനിക്ക് എന്നെ അല്ലാന്നിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലായില്ലേ. അതേസമയം ചിലരെ പോലെ ആലോചിച്ച് കൊലപാതകം അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കുറച്ച് പറ്റിക്കായിരുന്നു. പക്ഷേ നിഷ്കളങ്ക ഹൃദയത്തിന് പറ്റിക്കാൻ പറ്റില്ലല്ലോ. നിഷ്കളങ്കമായ ഹൃദയത്തിന് പറ്റിക്കാൻ പറ്റില്ല. കൺഗ്രാറ്റുലേഷൻസ്. ശിൽപ പ്ലീസ്. ഇത് ഞങ്ങളുടെ അശോഭാരം. ഇത് മിർ റിയൽറ്റേഴ്സിന്റെ ക്യാഷ് അവാർഡ്. ഈ ബിലാസ്പൂരിൽ നിന്നും അവിടെ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ദുരന്ത സമയം, ആ ദുരന്തകാലം, താങ്കളെ ഏറെ വേദനിപ്പിച്ച ആ കാലം, താങ്കളെ കരയിപ്പിക്കുന്ന, ഇപ്പോഴും ഓർമ്മകളിൽ കണ്ണീർ നിറയ്ക്കുന്ന ആ കാലം, കുടുംബമൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല? അവരൊക്കെ ഇപ്പൊ ജീവനോട്ട് തന്നെയുണ്ട്. അവരെല്ലാം പരിഭ്രാന്തരായി. പിന്നെ അന്നും കുഞ്ഞുങ്ങളും വല്ലതും ഉണ്ടായിരുന്നോ? ഒരു 3 മാസം ഗർഭിണിയായിരുന്നു, 4 മാസം. എങ്ങനെയാ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? അതിനിടയിൽ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങൾക്ക് വിലയില്ലായിരുന്നു അവിടെ. അതെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആത്മാവ് രക്ഷിക്കണം. അച്ഛൻ എവിടെ പോയി, അമ്മ എവിടെ പോയി, കുട്ടികൾ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. അതുപോലത്തെ ഒരു സംഭവമായിരുന്നു അത്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുകയായിരുന്നോ? പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വെച്ച് മോർച്ചറിലാണ് കൂടുതലും ശവങ്ങൾ. അന്ന് തന്നെ 10-15,000 ഇത് അതെല്ലാം കൂട്ടത്തോടെ കത്തിക്കുകയായിരുന്നു. അവിടെ വിറകൊക്കെ ഇല്ലാണ്ടായി. പിന്നെ പെട്രോൾ ഒഴിച്ച് മണ്ണെണ്ണൊഴിച്ച് തീ കത്തിക്കുകയായിരുന്നു. ജീവനുള്ള മരിച്ചു എന്ന് വിചാരിച്ച് കത്തിച്ച് കിടന്നത്. അതെ, കാരണം തിരിച്ചറിയാൻ പറ്റില്ല, അബോധാവസ്ഥ കിടക്കണേ. അതിന് ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു. ചിലരുടെ പണക്കൊതി ഒരുപാട് പിണങ്ങളെ ഉണ്ടാക്കിയല്ലേ? പ്രേക്ഷകരോടുള്ള എൻ്റെ ചോദ്യം, ചെർണോബിൽ ദുരന്തം നടന്നത് ഏതു വർഷം, ഏതു മാസം, ഏതു തീയതി എന്നാണ്. പണം മനുഷ്യനെ മത്തനാക്കുന്നു. അവന്റെ മുന്നിൽ കുന്നുകൂടുന്ന ശവങ്ങൾക്കുള്ളിൽ ഒരാത്മാവുണ്ടായിരുന്നു എന്നവൻ അറിയുന്നില്ല. ആ ആത്മാവിൽ നിന്നും ചോര പൊടിയുന്നുണ്ട് എന്നവൻ അറിയുന്നില്ല. ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലം എവിടെ ചെന്നാണ് അനുഭവിച്ചു തീരുക? വേദനിപ്പിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെച്ച് അശോകൻ അവശേഷിപ്പിച്ച ഈ കസേരയിലേക്ക് ഇനി കടന്നെത്തുന്ന മത്സരാർത്ഥിയാര്? ഈ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. നമസ്കാരം, എൻ്റെ പേര് ശ്രീരേഖ. തിരുവനന്തപുരം മേനംകുളത്താണ് താമസം. ടെക്നോ പാർക്കിൽ ആലമി ഇമേജസ് എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ഭർത്താവ് ശ്രീനാഥും ടെക്നോ പാർക്കിൽ തന്നെ സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ്. ടെക്നോ പാർക്കിൽ നടന എന്ന കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ സഹകരണത്തോടു കൂടി നടത്തിയ അശ്വമേധം ഓഡിഷനിലൂടെയാണ് ഈ ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. കലാകായിക മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ക്വിസ് മത്സരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്.
അവിചാരിതമായി കിട്ടിയ ഈ അപൂർവ അവസരം പരമാവധി വിനിയോഗിക്കണമെന്ന് മാത്രമാണ് ഇപ്പോഴുള്ള പ്രാർത്ഥന. So that was Srilekha. Srilekha, welcome to the show. ആ സ്ഫടിക ഗോളത്തിൽ നിന്നും ഒരു വിഷയം തരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് മനസ്സിൽ വിചാരിക്കും. ഹായ് ശ്രീരേഖ. ഗുഡ് ഈവനിങ്. ശ്രീരേഖ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു രേഖ? അതെന്തോ ശ്രീരേഖയും രേഖയുമാണ്, അതുകൊണ്ടാണ് അംഗീകരിക്കുന്നത്. ശില്പ തയ്യാറാണ് സഹായിക്കാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇരിക്കൂ. ശ്രീരേഖ, ഓഡിഷന് വന്നപ്പോൾ തന്നെ ശ്രീരേഖയോട് ഒരു പാട്ട് പാടാൻ ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ഇപ്പൊ ചോദിച്ചു, ഞാൻ എഴുതിയ പാട്ട് പാടിക്കോട്ടെ. ഇപ്പൊ ഒരു പാട്ട് പാടും, കേൾക്കട്ടെ. ഒന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടിയാണ്. കാരണം വളരെ ടെൻസ്ഡ് ആയ ഒരു മൂഡിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു അനുഭവത്തിന്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു. അപ്പൊ അതിനുശേഷം ഒന്ന് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാം. നല്ലൊരു പാട്ട്, നല്ല ഉച്ചത്തിൽ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് ചെറുതായി പാട്ടുകൾ എഴുതി തുടങ്ങിയത്. ഇതിപ്പോൾ പരിപാടിയുടെ തുടക്കവുമായതുകൊണ്ട് ഒരു കൃഷ്ണഭക്തി ഗാനം ഞാൻ എഴുതിയത് തന്നെയാണ്. കാൺവണ്ണാ നിൻ രൂപം എന്നെന്നും കണി കാൺമാൻ ജന്മങ്ങളായി തപം ചെയ്യുന്നു ഞാൻ. എന്നിട്ടും കണ്ണാ നിൻ മുരളീനാദത്തിൻ അലയായി അലിയുന്നിതൻ മോഹവും കണ്ണാലയായി അലിയുന്നിതൻ മോഹവും. കാൺവണ്ണാ നിൻ രൂപം എന്നെന്നും കണി കാൺമാൻ ജന്മങ്ങളായി തപം ചെയ്യുന്നു ഞാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയതാണല്ലേ? മിടുക്കി. എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട് മൊത്തം? 25ഓളം ഉണ്ട്. എത്ര? 25ഓളം ഉണ്ട്. 25ഓളം ഗാനങ്ങൾ എഴുതി. പാട്ടെഴുത്ത് ആണ് പ്രധാന ഹോബി? അങ്ങനെയില്ല, കഥകൾ വായിക്കാൻ ഇഷ്ടമാണ്. കഥകൾ വായിക്കാനും ഇഷ്ടമാണ്. ആരാണ് ഇഷ്ടപ്പെട്ട കഥാകൃത്ത്? MT വാസുദേവൻ. MT ആണ്. ശരി, ആരംഭിക്കാം. പാട്ടുകൾ എഴുതി ശീലിച്ച ശ്രീരേഖ ഇനി അറിവിന്റെ പാട്ടിലാണ്. യാഗം. ശ്രീരേഖ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ, ഇന്ത്യൻ? അതെ. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. സാഹിത്യം അതെ. ആണ്. അതെ. 50 വയസ്സ് കഴിഞ്ഞു. യെസ്. മലയാളത്തിലാണോ എഴുതുന്നത്? അല്ല. ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ ഏതെങ്കിലുമാണോ എഴുതുന്നത്? അതെ. അതെ. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഒന്നിലാണ് എഴുതുന്നത്? അതെ. ചെറുകഥയോ നോവലോ ആണോ പ്രധാനം? അതെ. പേരിന്റെ ഏതെങ്കിലും ഭാഗം എസ് എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. 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 ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ? യെസ്. ഒരു ഇലക്കിയവാദി നരശീല അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കൃതിയാണോ? അല്ല എന്ന് തോന്നുന്നു. അല്ലാന്ന് തോന്നുന്നു. ലൈഫ് ലൈൻ? അല്ല. അല്ല. തമിഴിലാണോ എഴുതുന്നത്? അല്ല. കന്നഡ? അതെ. അതെ. പേരിന്റെ ഏതെങ്കിലും ഭാഗം പിയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. പി? ഇല്ല. പുരുഷോത്തം മല്ലയുടെ പി? ഇല്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഏതെങ്കിലും കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ലൈഫ് ലൈൻ? ഇല്ല, മലയാളത്തേക്ക് തർജ്ജമ ചെയ്തിട്ടില്ല. ഇല്ല. ശിവരാമക്കാരന്റെ ചോമന തുടിയൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ കൃതികളൊന്നും. ഇല്ല. കന്നഡയിലാണ് എഴുതുന്നത്? അതെ. തൂലികാനാമം ഉണ്ടോ അദ്ദേഹത്തിന്? ഇല്ല.
നാടകം എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. MS സത്യമൊന്നും അല്ല. അപ്പം കാസർഗോഡ് ജില്ലയിലാണോ അദ്ദേഹം ജനിച്ചത്? അതെ അതെ അതെ. എന്തായാലും ശിവരാമ കാരന്തോ BV കാരന്തോ ഒന്നും അല്ല. അത് MS സത്യം അല്ല. തർജ്ജമ മലയാളത്തിലേക്ക് വന്നിട്ടില്ല. നിരഞ്ജനയല്ല. ഉമേഷ് മല്ലിക, മങ്കേശ്വർ അച്യുതപ്പയ്യ ആ കൂട്ടത്തിൽപ്പെട്ടവരാരുമല്ല. ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുമാണ്. മലയാളിയായ കാസർഗോഡ് ജില്ലയിൽ ജനിച്ച കന്നഡ എഴുത്തുകാരനാണ്. കയ്യാർ കിഞ്ഞണ്ണ റൈ. കേട്ടില്ല. കയ്യാർ കിഞ്ഞണ്ണ റൈ. അദ്ദേഹമാണ് കുമാരനാശാൻ്റെ ഒരുപാട് കൃതികൾ കന്നഡയിലേക്ക് തർജ്ജമ ചെയ്തത്. അദ്ദേഹം മലയാളിയാണ്, കന്നഡയാണ് സ്കൂളിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിലും എല്ലാം പഠിച്ചത്. അദ്ദേഹം ഇപ്പോൾ കന്നഡ സംസാരിക്കുന്നവരെ മാത്രം കർണാടക ജില്ലയാക്കുമ്പോൾ കാസർഗോട്ടിലെ കുറേ ആളുകളെ അതിലേക്ക് മാറ്റണമെന്നൊക്കെ സോഷ്യൽ മൂവ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് ടീച്ചറിനാണ്. കയ്യാർ കിൻഹണ്ണ റായ്. കയ്യാർ കിൻഹണ്ണ റായ് 1915 ജൂൺ 8 ദുർഗബയുടെയും ദയ്യകയുടെയും മകനായി കാസർഗോഡ് ജില്ലയിലെ കയ്യാറിൽ ജനിച്ചു. പ്രശസ്ത എഴുത്തുകാരനും കവിയും പത്രാധിപനുമായിരുന്നുവെങ്കിലും അതിലുപരി ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ 12-ാം വയസ്സിൽ സുശീല എന്ന കൈയെഴുത്തു പത്രിക പ്രസിദ്ധീകരിച്ചു. കൂടാതെ 1969 മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം നേടി. ശ്രീമുഖ, ഐക്യഗന, ചേതന, കൊറഗ എന്നീ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തെ പ്രശസ്തനാക്കി. 1969 കർണാടക സാഹിത്യ അക്കാദമി അവാർഡ്, 2004 പെജാവർ അവാർഡ്, 2007 കർണാടക ഏകീകരണ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. Congratulations, you have won ₹5,000 from Realtors. നല്ല സെലക്ഷൻ. ഒരു സാഹിത്യകാരനെ മനസ്സിൽ വിചാരിക്കുകയും ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കണ്ണിലൊരു ഇമ പോലും ചലിക്കാതെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജ്ഞാനപീഠം കിട്ടിയ ആളിനെ അല്ലേ ആലോചിക്കുള്ളൂ. ഇത് മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് കിട്ടി എന്നുള്ളതാണ് സംഗതി. കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ദേശീയ അവാർഡല്ലേ. വെരി ഗുഡ്. പ്രേക്ഷകർക്കുള്ള ഈ ദിവസത്തെ അടുത്ത ചോദ്യം ഇതാണ്. സ്കൈലാബ് കടലിൽ പതിച്ചത് ഏതു വർഷം, ഏതു മാസം, ഏത് തീയതി? ശ്രീരേഖ 1-ാം റൗണ്ട് വിജയിച്ചു. 2-ാം റൗണ്ടിൽ രണ്ടാമത്തെ ബൗളിൽ നിന്നൊരു വിഷയം തിരഞ്ഞെടുത്ത് ഒരു പേര് നിർദ്ദേശിച്ചു. ശ്രീരേഖയുടെ പേര് രേഖ അപ്രൂവ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ 2 തൃശ്ശൂർക്കാരികൾ എന്ന് ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് മനസ്സിലാക്കി. അപ്പോൾ 100% ഞാൻ അപ്രൂവ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരട്ടോ? അതെ. ശരി, ഇരിക്കൂ. ശ്രീ ശ്രീരേഖ തൃശ്ശൂരാ? അത് ശരി. വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമാണ്. വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡിന് അച്ഛനും അമ്മയും ഉണ്ട്, സിസ്റ്ററും ഉണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ടെക്നോപാർക്കിൽ തന്നെ സോഫ്റ്റ്വെയർ പ്രൊഫഷനിലാണ്. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാൻ? വ്യത്യസ്ത കമ്പനികൾ. എന്താ അദ്ദേഹത്തിന്റെ പേര്? ശ്രീനാഥ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയത്? ശ്രീനാഥ്, ഈ പാട്ട് ശ്രീനാഥിന് വേണ്ടിയാണ് ശ്രീരേഖ പാടുന്നത്. ശ്രീനാഥിന് വേണ്ടി ശ്രീരേഖ പാടുന്നു. കേൾക്കാൻ മറക്കരുത്. അദ്ദേഹം എന്നോട് പിണങ്ങിയിട്ടൊന്നുമില്ല, എങ്കിലും ഞാൻ എന്നോട് എന്തിനീ പിണക്കം പാടാം. അദ്ദേഹത്തിന് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോട് പരിഭവം, ഒരുപാടു നാളായി കാത്തിരിപ്പു, നിന്നെ ഒരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തെന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോട് പരിഭവം. ശ്രീരേഖയോട് ഒരുമിച്ച് നമ്മൾ പ്രവേശിക്കുന്നു ഈ വൈജ്ഞാനിക സമസ്യയിൽ. യാഗം.
ശ്രീരേഖ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അല്ല അല്ല അല്ല. യൂറോപ്യൻ അല്ല അല്ല. അമേരിക്കൻ കോണ്ടിനൻസ് അല്ല. ഏഷ്യൻ ലൈഫ് ലൈൻ അല്ല. അല്ല. യൂറോപ്യനോ അമേരിക്കനോ അല്ല എന്ന് പറഞ്ഞു ഓൾറെഡി. ആ. ഓസ്ട്രേലിയൻ കോണ്ടിനൻസ് അല്ല അല്ല. രാഷ്ട്രീയം കലാ സാഹിത്യം അല്ല അല്ല. മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം അല്ല സ്പോർട്സ് സയൻസ് സ്പേസ് അല്ല. സഞ്ചാരി എക്സ്പ്ലോറേഷൻ എക്സ്കവേഷൻ അതെ അതെ. ആഫ്രിക്കക്കാരനാണ്, സഞ്ചാരിയാണ്. ഏഷ്യൻ അല്ല, യൂറോപ്യൻ അല്ല, അമേരിക്കൻ കോണ്ടിനൻസ് അല്ല, ഓസ്ട്രേലിയ അല്ല എന്ന് പറഞ്ഞു. എനി കണക്ഷൻ വിത്ത് ഇന്ത്യ ഇല്ല. ഇല്ല. ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അറിയില്ല. ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഏഷ്യയിലും ട്രാവൽ ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ഉണ്ട്. കേരളത്തിൽ വന്ന ഒരാളൊന്നും അല്ല. അല്ല. ഇബൻ ബത്തൂത്തെ പോലെ ഒരാളൊന്നും അല്ല. ഇബൻ ബത്തൂത്തയാണോ? ആണ്. ആണോ? ആണ്. കേരളത്തിന്റെ പുരാകാലങ്ങളെ കുറിച്ചുള്ള വെളിച്ചം വളരെ ശക്തമായി നമുക്ക് രേഖപ്പെടുത്തി തന്ന ഒരു സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത. പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളെക്കുറിച്ചും, ഈ മറക്കുട അടക്കമുള്ള ആചാരങ്ങളെക്കുറിച്ചുമെല്ലാം ഇബൻ ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എ ഗ്രേറ്റ് ട്രാവലർ. ഇബൻ ബത്തൂത്ത, അബു അബ്ദുള്ള മുഹമ്മദ് ഇബൻ ബത്തൂത്ത 1304 ഫെബ്രുവരി 25 മൊറോക്കോയിലെ ടാൻജിയർ എന്ന നഗരത്തിൽ ജനിച്ചു. സുന്നി ഇസ്ലാമിക നിയമപണ്ഡിതനും ന്യായാധിപനും ആയിരുന്നുവെങ്കിലും ഒരു സഞ്ചാരി എന്ന നിലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. റിഹല അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ ഒരു യാത്രാ വിവരണമാണ്. 1369 അദ്ദേഹം അന്തരിച്ചു. ഇത് പാട്ടിനും അറിവിനും വേണ്ടി ഈ അശ്വപഹാരം. ഇത് മിർ റിയൽറ്റേഴ്സ് ശ്രീരേഖയ്ക്ക് നൽകുന്ന ക്യാഷാണ്. പ്രേക്ഷകരോടുള്ള എന്നെ ഇന്നത്തെ ചോദ്യം, ഈ ദിവസത്തെ അടുത്ത ചോദ്യം ഇതാണ്. മുല്ലവള്ളിയുടെ പേര് വനജ്യോത്സ്ന എന്നാണെങ്കിൽ മാൻകിടാവിന്റെ പേരെന്താ? ഈ ദിവസം ഇനി മത്സരിക്കുന്ന മത്സരാർത്ഥി നാടൻ പാട്ടുകൾ കൊണ്ട് നിങ്ങൾക്കൊരു പുതിയ അനുഭവം നൽകും. കാണാം ആ പ്രൊഫൈൽ. ഞാൻ വിസ്മയ. ഞാൻ കടക്കിൽ നിന്ന് വരുന്നു. ഞാൻ CP ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ ഞാൻ അനേകം ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. എനിക്ക് ഈ വേദിയിൽ നിന്ന് കിട്ടുന്ന സമ്മാനത്തുക കുറച്ച് പുസ്തകങ്ങൾ വാങ്ങും. എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ടാണ്. എന്തായാലും ഇനി വേദിയിൽ കാണാം. സോ ദാറ്റ് വാസ് വിസ്മയ. വിസ്മയ, ഓൾ ദി ബെസ്റ്റ്. ഒരു വിഷയം തരും. ശ്രീമതി രേഖാ മേനോൻ, നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ഈ വിസ്മയ മനസ്സിൽ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു. വിസ്മയ തുമ്പത്താണ്. നല്ല പേരാണ്. ഓക്കെ. You'll be helping her, Shilpa. Sure. ഇരിക്കൂ വിസ്മയ. നല്ല കുപ്പായം. എന്താ ചെയ്യുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. എവിടെയാ വീട്? കടയ്ക്കൽ, കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ. വിസ്മയ നല്ല നാടൻ പാട്ട് പാടുമെന്നൊക്കെ പറഞ്ഞു കേട്ടു. പാടും. ഇപ്പൊ ഒന്നൊരു ഓളം ഉണ്ടാക്കിയിട്ട് തുടങ്ങിയാലോ? വളരെ ശാന്തമായ ഒരു മെലഡിയൊക്കെ പാടിയിട്ടാണ് ഇതിനു മുമ്പ് ശ്രീരേഖ പോയത്. നമുക്ക് ഭയങ്കര ഒരു ഓളത്തിലൊരു നാടൻ പാട്ട് പാടിത്തരണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. തന്ദിന താനാനേ താനാതീനും താനേ തന്ദിന താനാനേ താനാനേ തന്ദിന താനാനേ താനാതീനും താനേ തന്ദിന താനാനേ താനാനേ ഒറ്റല കുത്തി കോളങ്കലക്കി പെണ്ണ് ഓമന ചാലിന്ന് മീൻ പിടിച്ചേ ഒറ്റല കുത്തി കോളങ്കലക്കി പെണ്ണ് ഓമന ചാലിന്ന് മീൻ പിടിച്ചേ തന്ദിന താനാനേ താനാതീനും താനേ തന്ദിന താനാനേ താനാനേ തന്ദിന താനാനേ താനാതീനും താനേ
തന്തിന താനാനേ താനാനേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ ആടി തൂങ്ങി കളിക്കണ്ടട മാങ്ങേ ആടി തൂങ്ങി കളിച്ചൊരു മാങ്ങേന്ന് കൂട്ടാൻ ചട്ടിയിലെ കറിയാണെന്നേ തന്തിന താനാനേ താനാതീനും താനേ തന്തിന താനാനേ താനാനേ തന്തിന താനാനേ താനാതീനും താനേ തന്തിന താനാനേ താനാനേ. ആടിയ മാങ്ങ, തുഹുങ്ങിയ മാങ്ങ, ആടിക്കളിച്ച മാങ്ങ കൂട്ടാഞ്ചട്ടിയിലെ ഇപ്പൊ കറിയാണെന്ന്. യാഗം. വിസ്മയ, വിസ്മയ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അതെ ആണ്. മലയാളി അതെ. ജീവിച്ചിരിപ്പുണ്ടോ? അതെ ഉണ്ട്. പുരുഷൻ? അതെ. 50 വയസ്സായോ? ഇല്ല. നോ. ആയില്ല. കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. 50 കഴിഞ്ഞു. 50 കഴിഞ്ഞു. ഇല്ല. ഇല്ല, കഴിഞ്ഞില്ല. അതൊരു ലൈഫ് ലൈൻ ആയിരുന്നു അല്ലേ? ഒരാൾക്ക് വെറുതെ 50 പൈസ കൂട്ടണം. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അതെ. രാഷ്ട്രീയമാണോ പ്രധാനം? അല്ല. കലയാണോ? അല്ല. അല്ല. അദ്ദേഹം ചെറുകഥയോ നോവലോ ഒക്കെ എഴുതുന്ന ആളാണോ? അതെ. അതെ. ആണ്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അതെ. 9 ചോദ്യമായി അല്ലേ? 10ാമത്തെ ചോദ്യം. അയാള് പത്രപ്രവർത്തകൻ കൂടിയാണ്. അതെ. അതെ. 10 ചോദ്യമായി. 11ാമത്തെ ചോദ്യം ചോദിക്കണമെങ്കിൽ എനിക്കൊരു പാട്ടൂടെ കേട്ടേ പറ്റൂ. പാടും. ലാലേ 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 ലീലേ 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 ലോ ലീലേ ലേ ലോ ലാലേ 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 ലീലേ 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 ലോ ലീലേ ലേ ലോ ആ ഇഞ്ചി മാലേ പൂമാലേ നന്ദ നന്ദ ഇഞ്ചി പൂകൂ മരത്തൊക്കെ പാടി നന്ദ നന്ദ ആ ഇഞ്ചി മാലേ പൂമാലേ നന്ദ നന്ദ ഇഞ്ചി പൂകൂ മരത്തൊക്കെ പാടി നന്ദ നന്ദ ആ ലാലേ 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 ലീലേ 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 ലോ ലീലേ ലേ ലോ ആ ലാലേ 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 ലീലേ 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 ലോ ലീലേ ലേ ലോ ആ കൈത മാല പൂമാലേ നന്ദ നന്ദ കൈത പൂകൂ മരത്തൊക്കെ പാടി നന്ദ നന്ദ ആ കൈത മാല പൂമാലേ നന്ദ നന്ദ കൈത പൂകൂ മരത്തൊക്കെ പാടി നന്ദ നന്ദ ആ ലാലേ 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 ലീലേ 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 ലോ ലീലേ ലേ ലോ ആ ലാലേ 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 ലീലേ 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 ലോ ലീലേ ലേ ലോ ആ ലാലേ 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 ലീലേ 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 ലോ ലീലേ ലേ ലോ. സാധ്യമായിട്ട് പാടുന്നുണ്ട്. ഇതുപോലെ ഗംഭീരമായി പാടാൻ ആഗ്രഹിച്ച് സഭാകമ്പം കാരണം അത് നടക്കില്ല എന്ന് വെച്ച് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിച്ച് ശരീരത്തിന് വലിയ ശക്തിയില്ല എന്ന് വിചാരിച്ച് അത് നടക്കില്ല എന്ന് വിചാരിച്ച് ഒടുവിൽ എഴുത്തുകാരനായി അതെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം മനുഷ്യന് ഒരു ആമുഖം എന്നതാണോ? അതെ. വിസ്മയ വിചാരിച്ചത് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരൻ, തൽപ്പവും ദാസ് ക്യാപിറ്റലും മനുഷ്യനൊരാമുഖവും ഒക്കെ എഴുതിയ വളരെ പ്രിയങ്കരനായ ശ്രീ സുഭാഷ് ചന്ദ്രന്റെ പേരാണ് അല്ലേ? അതിലൊന്നും വിഷമില്ല. സുഭാഷ് ചന്ദ്രൻ മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖനാണ് സുഭാഷ് ചന്ദ്രൻ. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗം. മനുഷ്യന് ഒരാമുഖം എന്ന ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 1972 ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂരിൽ ജനിച്ച സുഭാഷ് ചന്ദ്രൻ എറണാകുളം സെന്റ് ആൽബർട്ട്സ്
മഹാരാജാസ് കോളേജ്, ലോ കോളേജ്, ഭാരതീയ വിദ്യാഭവൻ എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ദ വീക്ക് വാരിക വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഇന്ത്യയിലെ 50 യുവാക്കളിൽ ഒരാളായും ഇന്ത്യ ടുഡേ കേരളത്തിലെ 20 യുവ പ്രതിഭകളിൽ ഒരാളായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കൃതി ലാപ്ടോപ്പ് എന്ന പേരിൽ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. വിസ്മയയുടെ പാട്ട് കൊണ്ട് ഈ പ്രേക്ഷകരെ മുഴുവൻ വിസ്മയിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സത്യം. ഞങ്ങളെ എല്ലാവരും എന്തു പറയുന്നു രേഖ? ചെറിയ വാവയിൽ നിന്നാണ് ഇത്രയും വലിയൊരു ശബ്ദം പുറത്തേക്ക് വന്നത്. അസലായിരുന്നു, ഗംഭീരായിരുന്നു. ശില്പ വരും. ആരെയും വിസ്മയിപ്പിക്കുന്ന സംഗീതവുമായി വിസ്മയ അരങ്ങുവാഴും നാളുകളിൽ. അതിനുള്ള ആശംസയാണ്. ഒപ്പം മിറർ റിയൽറ്റേഴ്സിന്റെ ഒരു പ്രോത്സാഹന സമ്മാനം. തീർന്നില്ലല്ലോ മോളേക്ക്. പറയാം, ഇതൊക്കെ എങ്ങനെയാ പഠിച്ചത്? പഠിക്കാൻ പോകുന്നുണ്ട്. പഠിക്കാൻ പോകുന്നുണ്ട്. എത്ര വയസ്സ് മുതൽ? 3 വയസ്സ്. 3 വയസ്സ് മുതൽ പഠിക്കുകയാണെന്ന്. ഓ, എന്നിട്ടാണോ ഈ വിറയും ടെൻഷനൊക്കെ ഇവിടെ വന്ന് കാണിച്ചത് ഈ സുഭാഷ് ചന്ദ്രനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്? ഒരു കാര്യം ചെയ്യും എന്നുള്ളത് രേഖയുടെ തോന്നൽ മാത്രമാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ ഒന്ന് അടിച്ചങ്ങ് പൊളിച്ചേക്ക്. റെഡി? 1 2 3 4. ഒന്നാം മണ്ണി കിണറ്റില് വള കളഞ്ഞ പെണ്ണ് മാലതിയെ വളയും കളഞ്ഞും കൊണ്ടവിടെ നിന്നും പേശുന്നേ. പേശാതെ നില്ലടി പെണ്ണ് കനക പൊൻവള ഞാൻ തരാം. കനക പൊൻവള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തും മുത്ത് പൊന്നോല മൂള പടിയഞ്ചും പൊന്നോല. മുത്തും മുത്ത് പൊന്നോല മൂള പടിയഞ്ചും പൊന്നോല. പാണ്ടി മദ്ദളം പൊന്നോല പട ജയിച്ചു വന്നത് പൊന്നോല. പാണ്ടി മദ്ദളം പൊന്നോല പട ജയിച്ചു വന്നത് പൊന്നോല. കൊല്ലത്തെ രാജാവേറി വന്നതും ജല്ല കുതിരയും പട്ടാളവും. 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 അറിവിന്റെ ആഹ്ലാദ തേരിലേറി വീണ്ടും അടുത്ത രാത്രി കാണുന്നത് വരെ ശുഭരാത്രി ഫ്രം GS പ്രദീപ്. ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 1. അമേരിക്കയിലെ ഏറ്റവും സമ്പന്നനായ സ്പോർട്സ് താരം ആര്? വിൻസ് മാക്മാൻ.